ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ക്ലാസ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ടീച്ചർ കരുതുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാഠം 5 കവിത പഠിച്ചു, അർത്ഥം തുടങ്ങി ഒറ്റവാക്ക് എഴുതുക വരെ പഠിച്ചു. ഈ ആഴ്ച നമുക്ക് പേജ് നമ്പർ 21 പഠന പ്രവർത്തനം 9 നോക്കാം. എല്ലാവരും പാഠപുസ്തകം പേജ് നമ്പർ 21 എടുക്കാം. ചോദ്യം വായിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 9, വിശേഷണങ്ങൾ എഴുതുക. കവി ഓരോ മാസത്തിലെ മഴയ്ക്കും ഓരോ വിശേഷണം പറഞ്ഞിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് എഴുതുക. ആദ്യം കൊടുത്തിരിക്കുന്നത് മാതൃകയായി സ്വീകരിക്കുക. ആരോ കൊട്ടുന്ന തുടിനാദം പോലെയാണ് ചിങ്ങമഴ. ആദ്യത്തെ 2 വരിയിലെ ആശയമാണ് ഇവിടെ ഉദാഹരണമായി തന്നിരിക്കുന്നത്. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? അടുത്ത 2 വരിയിൽ കന്നിമഴയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കന്നിമഴയെക്കുറിച്ച് എഴുതുക? അങ്ങനെ 2 വരി വീതം ഓരോ മാസത്തിലെ മഴകളെ കുറിച്ചുള്ള പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു നോക്കാം. കന്നിമഴ എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇടയ്ക്കയിലെ തേൻ ചോരുന്നത് പോലെയാണ് കന്നിമഴ. അതാണ് 3ഉം 4ഉം വരിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി 5ഉം 6ഉം വരിയിൽ ഏത് മഴയെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്? തുലാമാസത്തിലെ മഴ. അതെങ്ങനെയാണ്? മദ്ദളമേളം പോലെയാണ് തുലാമാസത്തിലെ മഴ. എങ്ങനെയാണ്? മദ്ദളമേളം പോലെയാണ് തുലാമാസത്തിലെ മഴ. അടുത്ത 2 വരിയിൽ ഏത് മഴയെക്കുറിച്ചാണ് പറയുന്നത്? കുംഭമാസത്തിലെ മഴ. അതെങ്ങനെയാണ്? തബലയുടെ ശബ്ദം പോലെയാണ് കുംഭമഴ. പിന്നെ പൂര ചെണ്ടമുഴക്കവുമായി കൂരിരുൾ മേലെ ഇടവമഴ. ഇടവമാസത്തിലെ മഴ എങ്ങനെയാണ്? ചെണ്ടപ്പൂരത്തിൻ്റെ മുഴക്കം പോലെയാണ് ഇടവമാസത്തിലെ മഴ. അടുത്ത 2 വരിയിൽ, ലാസ്റ്റ് 2 വരിയിൽ കർക്കട മഴ എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ്? 100 മിഴാവുകൾ മുട്ടും പോലെയാണ് കർക്കടക മാസത്തിലെ മഴ. കിട്ടിയോ എല്ലാവർക്കും? അപ്പോൾ ഈ വിശേഷണങ്ങൾ എവിടെയാണ് എഴുതേണ്ടത്? പാഠപുസ്തകത്തിൽ എഴുതാൻ സ്ഥലം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ നോട്ടുകൾ ഒന്നും നമ്മൾ ഈ പാഠത്തിൻ്റെ എഴുതിയിട്ടില്ല ഇതുവരെ. അപ്പം നോട്ട് പുസ്തകത്തിൽ പാഠം 5 മഴനാദം എന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 9 എന്ന് എഴുതുക. വിശേഷണങ്ങൾ എഴുതുക. ചോദ്യം ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് പകർത്തിയിട്ട് ആദ്യത്തെ 2 വരിയുടെ മാതൃക കൊടുത്തിട്ടുണ്ട്. ആരോ കൊട്ടുന്ന തുടിനാദം പോലെയാണ് ചിങ്ങമഴ. ഇതുവരെ ടെക്സ്റ്റ് പുസ്തകത്തിൽ നോക്കി നോട്ട്ബുക്കിൽ പകർത്താം. അത് കഴിഞ്ഞിട്ട് ടീച്ചർ തന്ന ഈ നോട്ട്സ് നോട്ട്ബുക്കിൽ പകർത്തി എഴുതുക. ഓക്കെ. അടുത്തത് പേരെഴുതുക. പഠന പ്രവർത്തനം 10 പേരെഴുതുക. 1, വാദ്യോപകരണങ്ങളുടെ പേരെഴുതുക. ഏതൊക്കെയാണ് വാദ്യോപകരണങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 വാദ്യോപകരണങ്ങളുടെ പേര് പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. മിഴാവ്, ചെണ്ട. അടുത്തത് എഴുതാൻ സ്ഥലം വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്ന ചില വാദ്യോപകരണങ്ങൾ കൂടി നമുക്ക് എഴുതാം. തബല, തുടി, വീണ, ഇടയ്ക്ക, മദ്ദളം, വയലിൻ, ഓടക്കുഴൽ. അപ്പോൾ ഇതിൽ മദ്ദളം വരെ വീണയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഈ പാഠത്തിൽ. വയലിനും ഓടക്കുഴലും പറഞ്ഞിട്ടില്ല. ബാക്കിയെല്ലാം മിഴാവ്, ചെണ്ട,
തബല, തുടി, ഇടയ്ക്ക, മദ്ദളം. അപ്പോൾ 6 വാദ്യോപകരണങ്ങൾ നമ്മുടെ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ബാക്കിയുള്ളതാണ് നമ്മൾ പറയാത്തത്. വീണ, വയലിൻ, ഓടക്കുഴൽ. ഇത് മാത്രമാണ് പുതിയതായിട്ട് പഠിക്കാനുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത് സ്ഥലം വിട്ടിരിക്കുന്നിടത്ത് ടെക്സ്റ്റ് പുസ്തകത്തിൽ വൃത്തിയായി പെൻസിൽ ഉപയോഗിച്ച് എഴുതുക. അടുത്ത ചോദ്യം, ടെക്സ്റ്റ് ബുക്ക് നോക്കുക. മലയാളത്തിലെ എല്ലാ മാസത്തിൻ്റെയും പേര് ക്രമത്തിൽ എഴുതുക. മലയാള മാസത്തിലെ മാസങ്ങളുടെ പേര് ക്രമത്തിൽ എഴുതാൻ. ഒരു പേര് തന്നിട്ടുണ്ട്, ചിങ്ങം. ബാക്കിയുള്ള മാസങ്ങൾ നമ്മൾ കലണ്ടർ നോക്കി എഴുതുകയായിരിക്കും ഭംഗി. ടീച്ചർ ഇവിടെ തന്നിട്ടുണ്ട്, അത് പകർത്തി എഴുതുക. കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കടകം. ഇത് നമ്മൾ ഓർഡർ തെറ്റാതെ തന്നെ പഠിക്കണം. നമ്മൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് അങ്ങനെ പഠിക്കുന്നത് പോലെ ഓർഡർ തെറ്റാതെ തന്നെ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം അങ്ങനെ ക്രമം തെറ്റാതെ പഠിക്കണം. ഏത് മാസങ്ങളുടെ പേര്, വാദ്യോപകരണങ്ങളുടെ പേരിൽ അത് ക്രമം തെറ്റിയാലും കുഴപ്പമില്ല. പക്ഷേ ഇത് ക്രമം തെറ്റാൻ പാടില്ല. മാസങ്ങളുടെ പേര് ക്രമം തെറ്റാതെ നമ്മൾ എഴുതാൻ പഠിക്കണം. ഓക്കെ, 5 ടൈംസ് ഈ വാക്കുകളെല്ലാം, പേര് എഴുതാനുള്ള വാക്കുകളെല്ലാം 5 ടൈംസ് റഫ് പുസ്തകത്തിൽ എഴുതി പഠിക്കണം കേട്ടോ. അടുത്തത് ഊഹിച്ചെഴുതുക. 11th ക്വസ്റ്റ്യൻ നമ്പർ. ഈ കവിതയിൽ പേര് പറയാത്ത ചില മാസങ്ങളുണ്ട്. എന്താണ് കവി ആ മാസങ്ങളെക്കുറിച്ച് പറയാതിരുന്നത് എന്ന് ഊഹിച്ചെഴുതുക. കവിതയിൽ കുറച്ച് മാസങ്ങളുടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ബാക്കി മാസങ്ങളുടെ പേര് പറയാത്തത്? അപ്പോൾ ഇതിൽ ചില മാസങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല. നമ്മൾ കവിതയിൽ കണ്ടു, ചിങ്ങം, കന്നി, തുലാം, കുംഭം, ഇടവം, കർക്കടം, അങ്ങനെ കുറച്ച് മാസങ്ങളുടെ പേര് പറഞ്ഞിട്ടുള്ളൂ. ബാക്കി മാസങ്ങളുടെ പേരുകൾ, ഏതൊക്കെ മാസങ്ങളുടെ പേര് പറയാത്തത്? വൃശ്ചികം, ധനു, മകരം, മീനം, മേടം, മിഥുനം. ഇത്രയും മാസങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ആ മാസങ്ങൾ പറയാത്തത് എന്നാണ് ചോദിക്കുന്നത്. അതെന്താണ്? ആ മാസങ്ങളിൽ മഴയില്ല. ആ മാസങ്ങളിൽ പിന്നെ എന്താ ഉള്ളത്? മഞ്ഞുകാലവും ഉഷ്ണകാലവുമാണ്. അപ്പോൾ ചൂടുകാലവും മഞ്ഞുകാലവുമാണ് ഈ കവിതയിൽ പറയാത്ത മാസങ്ങളിൽ. എന്താണ് പ്രത്യേകത? മഞ്ഞുകാലമാണ്, ഉഷ്ണകാലവുമാണ്. അതുകൊണ്ടാണ് ഈ പാഠം എന്തുമായി ബന്ധപ്പെട്ട പാഠമാണ്? മഴയുമായി ബന്ധപ്പെട്ട പാഠമായതുകൊണ്ടാണ് മഴയുള്ള മാസങ്ങളുടെ പേര് മാത്രം കവി പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള മാസങ്ങളിൽ മഞ്ഞുമാസവും ഉഷ്ണകാലവുമാണ്. ഉഷ്ണകാലം എന്ന് പറഞ്ഞാൽ എന്താ? വേനൽക്കാലം. ക്ലിയറായി എല്ലാവർക്കും? ഓക്കെ, അതെവിടെയാണ് എഴുതുക? അത് നോട്ട് പുസ്തകത്തിൽ, ടെക്സ്റ്റ് പുസ്തകത്തിൽ എഴുതാൻ സ്ഥലമില്ല. അപ്പോൾ ചോദ്യം പാഠപുസ്തകം നോക്കി നോട്ട് ബുക്കിൽ പകർത്തിയിട്ട് ടീച്ചർ എഴുതി തന്നിരിക്കുന്ന ഉത്തരം അവിടെ നോട്ട് ബുക്കിൽ എഴുതാം. ഓക്കെ, അടുത്തത് മഴയുടെ ചെങ്ങാതിമാർ. ക്വസ്റ്റ്യൻ നമ്പർ 12. ആരൊക്കെയാണ് മഴയുടെ ചെങ്ങാതിമാർ? ചെങ്ങാതിമാർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടുകാർ, സുഹൃത്തുക്കൾ. ആരൊക്കെയാണ്? മഴയുടെ 2 ചെങ്ങാതിമാരുടെ പേരുകൾ താഴെ കൊടുക്കുന്നു. മറ്റു ചെങ്ങാതിമാരെ കണ്ടെത്തൂ. പാഠപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ് ടീച്ചർ വായിച്ചത്. അത് നോക്കി വായിക്കുക. മഴയുടെ 2 ചെങ്ങാതിമാരുടെ പേരുകൾ താഴെ കൊടുക്കുന്നു. അപ്പോൾ ഏതൊക്കെ ചെങ്ങാതിമാരുടെ പേരുകളാണ് ടെക്സ്റ്റ് പുസ്തകത്തിൽ തന്നിരിക്കുന്നത്? മിന്നൽ തന്നിട്ടുണ്ട്, തവളയുടെ കരച്ചിൽ തന്നിട്ടുണ്ട്. ബാക്കിയുള്ള പേരുകളാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? മിന്നലിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവുന്നത്, മിന്നലിൻ്റെ പിന്നാലെ വരുന്നത് ഏതാണ്? ഇടി. ഇതിനൊക്കെ മുമ്പ് ഒരു കാര്യം ഉണ്ടാവുമല്ലോ, മഴയ്ക്ക് മുമ്പ് മേഘങ്ങളെല്ലാം കറുക്കും. കാർമേഘങ്ങൾ അല്ലെങ്കിൽ
മേഘങ്ങൾ എന്ന് എഴുതിയാലും മതി. പിന്നെ മഴ വരുമ്പോൾ വേറെ എന്താണ് ഉണ്ടാവുക? കാറ്റുണ്ടാവും അല്ലേ ചിലപ്പോൾ. പിന്നെ എന്താണ് ഉണ്ടാവുക? മഴ പെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കുറേ മഴ പെയ്യുമ്പോൾ പുഴകളെല്ലാം കരകവിഞ്ഞ പുഴ. അപ്പോൾ മിന്നൽ, തവളയുടെ കരച്ചിൽ അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അതിനി ആരും എഴുതണ്ട. ടെക്സ്റ്റ് പുസ്തകത്തിൽ ഇടി, മേഘങ്ങൾ, കാറ്റ്, കരകവിഞ്ഞ പുഴ ഇത്രയും ഭാഗങ്ങൾ ടെക്സ്റ്റ് പുസ്തകത്തിൽ പെൻസിൽ ഉപയോഗിച്ച് വൃത്തിയായി എഴുതുക. ഇത് 5 ടൈംസ് എഴുതി പഠിക്കും വേണം. പിന്നെ നമ്മൾ അക്ഷരദീപം 2 പേജ് എഴുതണം. എല്ലാ ആഴ്ചയും 2 പേജ് അക്ഷരദീപം വൃത്തിയായി എഴുതണം. അല്ലെങ്കിൽ നമ്മുടെ അക്ഷരദീപം പുസ്തകം കഴിയില്ല. അപ്പോൾ ഇന്ന് പറഞ്ഞിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ എന്തൊക്കെയാണ് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്? വിശേഷണങ്ങൾ എഴുതുക എന്നുള്ളത് അത് നമ്മൾ പഠിച്ചതാണ്. കവിത പഠിച്ചപ്പോൾ ഒരു വിധം നമുക്കറിയാവുന്നതാണ്. എന്നാലും അതൊരു 3 ടൈംസ് എഴുതി പഠിക്കുക. ആരോ കൊട്ടുന്ന തുടിനാദം പോലെയാണ് ചിങ്ങമഴ. അങ്ങനെ ഒരേ മഴയെക്കുറിച്ച് പറയുന്നത്. 9ാമത്തെ പഠന പ്രവർത്തനങ്ങൾ 2 ടൈംസ് ഓർ 3 ടൈംസ് എഴുതി പഠിക്കുക. പിന്നെ പേരെഴുതുക, വാദ്യോപകരണങ്ങളുടെ പേരെഴുതുക 5 ടൈംസ് എഴുതി പഠിക്കുക. മാസങ്ങളുടെ പേര്, മലയാള മാസങ്ങളുടെ പേര് 5 ടൈംസ് എഴുതി പഠിക്കുക. പിന്നെ ഊഹിച്ചെഴുതുക, അത് നമ്മൾ പറയാൻ പഠിച്ചാൽ മതി. പിന്നെ മഴയുടെ ചങ്ങാതിമാരായ പദസൂര്യൻ, അത് 5 ടൈംസ് എഴുതി പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ അടുത്ത ഗൂഗിൾ മീറ്റ് ആകുമ്പോഴേക്കും എല്ലാവരും പഠിക്കുക. ടീച്ചർ ചോദ്യങ്ങൾ ചോദിക്കും, എഴുതിയത് കാണിച്ചു തരാൻ പറയും. അപ്പോൾ മടി കൂടാതെ പഠിക്കുക എല്ലാവരും. ഓക്കെ, താങ്ക് യു.